നമസ്തേ. വീണ്ടും കാണാൻ തോന്നിപ്പിക്കുന്ന ഇടങ്ങൾ, പച്ചപ്പ് നട്ടു നനച്ച് തണലുണ്ടാക്കുന്നവർ, ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന മാതൃകകൾ, അങ്ങനെ സ്വപ്നം പോലെ പല പല കാഴ്ചകളുണ്ട്. അവയെല്ലാം ഒറ്റ നൂലിൽ കോർത്ത് കാഴ്ചപ്പതിപ്പായി നിങ്ങൾക്ക് മുന്നിലേക്ക് സ്വാഗതം. എല്ലാ ജൂൺ 5-നും നട്ടമരങ്ങൾക്ക് പിന്നാലെ ആരും പോകാറില്ല. പരിപാലിച്ച് വളർത്താൻ ആരും മെനക്കെടാറുമില്ല. കാടിനെയും മരങ്ങളെയും നോവിക്കുന്നവരും നിരാകരിക്കുന്നവരും ഈ കുഞ്ഞു ദേവികയെ കണ്ടുപഠിക്കണം. പാതയോരങ്ങളിൽ 500ഓളം വൃക്ഷത്തൈകളാണ് കോഴിക്കോട് വെങ്ങേരി സ്വദേശിയായ 3ാം ക്ലാസ്സുകാരി ഇതുവരെ വച്ചുപിടിപ്പിച്ചത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് വേങ്ങേരി സ്വദേശി ദേവികയുടെ വീട്ടിലാണ്. 8 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കൊച്ചുമിടുക്കി 400-ലധികം വൃക്ഷത്തൈകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇതുവരെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ദേവികയുടെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. ഹലോ ദേവിക, എന്താ ചെയ്യുന്നത്? ഞാൻ ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുക. എത്ര ചെടികൾ നട്ടിട്ടുണ്ടാവും ഇപ്പൊ ഏകദേശം? ഞാൻ 447 നട്ടിട്ടുണ്ടാവും. ഏതൊക്കെ ഭാഗത്തായിട്ടാണ് നട്ടിട്ടുള്ളത്? കുറേ സ്ഥലങ്ങളിൽ നട്ടിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനുകൾ, സ്കൂളുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, അമ്പലം, അവിടെയൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്. എത്ര ചെടികൾ ഇനി നടാനാണ് ദേവിക ഉദ്ദേശിക്കുന്നത്? 1000 വർഷത്തിൽ നടാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ 1000 കഴിഞ്ഞാലും നടും. എവിടെ നിന്നാണ് ദേവിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം വരുന്നത്? അത് സ്കൂളിൽ നിന്ന് എല്ലാവർക്കും വിഷത്തൈ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ബാക്കി വന്ന 16 വിഷത്തൈ എനിക്ക് തന്നപ്പം വീട്ടിൽ കുഴിച്ചിടാൻ സ്ഥലമില്ലായിട്ട് ഒന്ന് ഞങ്ങൾ വീട്ടിൽ കുഴിച്ചിട്ട് ബാക്കി ഞാൻ പപ്പയോട് പറഞ്ഞ് റോഡ് സൈഡിൽ കുഴിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. എന്തായി തീരണം ദേവിയുടെ ആഗ്രഹം? എനിക്ക് ശോഭീന്ദ്ര മാഷെ പോലെ ആവണമെന്ന് ആഗ്രഹം. അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ടി ശോഭീന്ദ്രനാണ് ദേവികയുടെ ഈ പ്രയത്നത്തിന് തുടക്കമിട്ടത്. ഒരു ഇല എത്ര പ്രാണവായു നൽകും, ഒരു മരം എത്ര ഓക്സിജൻ നൽകും, 10ഓളം ഇലകൾ ഒരു തൈക്ക് നടുന്ന മാത്ര, ഒരു വർഷം വളരുമ്പോൾ 100ഓളം ഇലകൾ, വർഷങ്ങൾ കൊടിയുമ്പോൾ 1000 ഇലകൾ. വീടിന് ചുറ്റും മരങ്ങൾ വേണം, സ്കൂളിന് ചുറ്റും പ്രാണവായു വേണം. കേരളത്തിലും കർണാടകത്തിലുമുള്ള പ്രമുഖരായ 200-ൽ പരം വ്യക്തികളാണ് ദേവികയെ ആദരിച്ചിട്ടുള്ളത്. ഇതിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, അഹമ്മദ് ദേവർകോവിൽ, AK ശശീന്ദ്രൻ തുടങ്ങി ദേവികയെ ആദരിച്ചവരുടെ നിര നീണ്ടുപോകുന്നു. സ്കൂളിൽ നിന്ന് കൊടുത്ത വൃക്ഷത്തൈയായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ വന്ന് തൈ നടാൻ സ്ഥലമില്ലാത്ത കാരണം ഒന്ന് വീട്ടിൽ നട്ടുപിടിച്ചതിന് ശേഷം ബാക്കി റോഡ് സൈഡിലേക്ക് നട്ടുപിടിപ്പിച്ചതാണ്. അങ്ങനെയാണ് ഒരു 6000 രൂപയോടുള്ള രൂപ ഞങ്ങൾ എടുത്തിട്ട് വൃക്ഷത്തൈ ഞങ്ങൾ വാങ്ങിയിട്ട് നട്ടുപിടിപ്പിച്ചത്. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ പിന്നീട് വിത്തിനങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പിന്നീട് മുന്നോട്ടുള്ള യാത്ര തുടങ്ങിയത്. ഇപ്പോൾ കേരളത്തിലും കേരളത്തിന് പുറത്ത് സംസ്ഥാനങ്ങളിലും ഞങ്ങൾ ഈ കർണാടകയിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവിടെയും ഞങ്ങൾ വൃക്ഷത്തെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വൃക്ഷത്തൈകൾ നടൽ മാത്രമല്ല, പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കലും പ്ലാസ്റ്റിക് കവറുകൾ, കുപ്പികൾ തുടങ്ങിയവ ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറലും ദേവികയുടെ ഇഷ്ടവിനോദങ്ങളിൽ ഒന്നാണ്. ഇത് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ള പൈസയാണ്. ഞാൻ ദിവസം അച്ഛൻ്റെ അടുത്ത് നിന്ന് 2 രൂപ വാങ്ങിയിട്ട് ഈ ബോക്സിലിടും. അത് ഹരിതകർമ്മസേന എൻ്റെ വീട്ടിൽ വേസ്റ്റ് എടുക്കാൻ വരുമ്പം അവർക്ക് ഈ പൈസ എടുത്ത് ഞാൻ കൊടുക്കും. പിന്നെ ഇത് അജൈവ മാലിന്യങ്ങൾ. ഇതിൽ ഞാൻ പ്ലാസ്റ്റിക് കവറിടും, പേപ്പർ തുണ്ടുകളിടും, പ്ലാസ്റ്റിക് കുപ്പിയിടും, പിന്നെ പൊട്ടി ചില്ലുകളിടും. പിന്നെ ഞങ്ങൾ വീട്ടിൽ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കാറില്ല. അച്ഛൻ എടുത്ത് തരുന്ന തുണിസഞ്ചി ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ഇതെനിക്ക് നിറവ് പവേട്ടെ എനിക്ക് സമ്മാനമായിട്ട് തന്നതാണ്. ഇതിൽ ജൈവ മാലിന്യങ്ങളാണ്. ഞങ്ങളെ വീട്ടിലെ ആവശ്യത്തിന് ഭാഗമായി ഫുഡേ വെക്കാറുള്ളൂ. ബാക്കി വരുന്ന കുറച്ച് ഫുഡ് ഞങ്ങളെ 1ാമത്തെ വെപ്പിലിടും. ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തേലേക്ക് ഇടും. അപ്പോൾ 1ാമത്തത് വളമേയും മാറും. അത് ഞങ്ങൾ ചെടിക്കും മഴയ്ക്കൊക്കെ ഉപയോഗിക്കും.
നാട്ടിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ വേങ്ങേരി ബാബുവിൽ നിന്നാണ് കരിയില കമ്പോസ്റ്റ് ആശയത്തിലേക്ക് ദേവിക എത്തിയത്. എൻ്റെ പറമ്പിൽ വിൽക്കുന്ന എല്ലാ ഇലകളും ഞാൻ ഈ പെട്ടിയിലിടും. ഇതൊരു മഴയും വെയിലും കൊണ്ട് കഴിഞ്ഞാൽ ഇത് പൊടിയായി മാറും. അത് നിങ്ങൾ ചെടിക്കും വഴിക്കും ഒക്കെ ഉപയോഗിക്കും. ഇതിനെല്ലാം എനിക്ക് പ്രചോദനം നൽകിയിരിക്കുന്നത് നിറവ് ബാബുമാമനാണ്. ജില്ലയിലെ മിക്ക പോലീസ് സ്റ്റേഷനുകളിലും സ്കൂളുകളിലും ആരാധനാലയങ്ങളിലും ദേവിക ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു തവണ ഈ ഇടങ്ങൾ സന്ദർശിച്ച് ചെടികളുടെ പരിപാലനത്തിലും ശ്രദ്ധ പുലർത്തുന്നുണ്ട് ദേവിക. അങ്ങനെ തന്റെ ശ്രമങ്ങൾ പാഴാവുന്നില്ലെന്ന് ഉറപ്പാക്കുക കൂടി ചെയ്യുന്നുണ്ട് ഈ കൊച്ചുമിടുക്കി. നാടിനു ചുറ്റും മരങ്ങൾ വേണം, വൃക്ഷനിബിഡമാം വനങ്ങൾ വേണം. വനങ്ങൾ നമുക്ക് മഴയേകുന്നു, ഉറവകളും കുടിവെള്ളമായി നനവെള്ളമായി. മരങ്ങൾ നമുക്ക്. ക്യാമറമാൻ ബിജു എംസായിയോടൊപ്പം ആനന്ദ് പുതൂർ, ജനം. പുഴയുടെ തുള്ളിച്ചാട്ടമാണ് വെള്ളച്ചാട്ടം. ഇന്ന് പാലക്കാട്ടെ തുള്ളിച്ചാട്ടത്തിലേക്കാണ്. കടപ്പാറയിലെ ആലിങ്കൽ വെള്ളച്ചാട്ടം. അവിടേക്കൊരു കുളിർ യാത്ര. ധാരാളം പ്രകൃതി രമണീയമായ പ്രദേശങ്ങൾ നിറഞ്ഞ നാടാണ് പാലക്കാട്. എന്നാൽ പാലക്കാട് അത്ര അധികം ആരും കടന്നു ചെല്ലാത്ത ഒരു ഇടമുണ്ട്. മംഗലം ഡാമിന് അടുത്തുള്ള ആലുങ്കൽ വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. പാലക്കാട് നഗരത്തിൽ നിന്നും 63 കിലോമീറ്റർ അപ്പുറത്ത് കടപ്പാറയ്ക്കടുത്താണ് ആലിങ്കൽ വെള്ളച്ചാട്ടം. മംഗലം ഡാം ഉദ്യാനത്തിൽ നിന്നും 8 കിലോമീറ്ററോളം ദൂരമുണ്ട്. വളരെ ഇടുങ്ങിയ വഴികളാണ് ഇവിടേക്കുള്ളത്. അങ്ങനെ വെള്ളച്ചാട്ടത്തിന് ഏറെക്കുറെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. കടപ്പാറ എന്ന ജംഗ്ഷനിലാണ് എത്തിയിരിക്കുന്നത്. ഈ കടപ്പാറയിൽ നിന്ന് 2 കിലോമീറ്റർ ഉണ്ട് ആലുങ്കൽ വെള്ളച്ചാട്ടത്തിലേക്ക്. കുത്തനെയുള്ള കയറ്റങ്ങളും മറ്റുമൊക്കെ കയറിയാണ് ഇനിയുള്ള യാത്ര. തളികക്കല്ല് വനവാസി കോളനി ഉൾപ്പെടെ കടന്നുകൊണ്ട് ഈ ആലുങ്കൽ വെള്ളച്ചാട്ടത്തിന് സമീപത്തേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു തോടുണ്ട്. ഈ തോട് ഉൾപ്പെടെ ഇടമുറിച്ച് കടന്നു വേണം ഇനി വെള്ളച്ചാട്ടത്തിൻ്റെ ചുവട്ടിലേക്ക് ചെല്ലാൻ. തോട് കടന്നു. നല്ല വെള്ളം ഉണ്ടായിരുന്നു, മുട്ടിന് മുകളിൽ വെള്ളം ഉണ്ടായിരുന്നു. സ്ത്രീകളൊക്കെ നന്നായി പാടുപെടുകയായിരുന്നു ഈ തോട് ഇടമുറിച്ച് കടക്കുന്നതിന് വേണ്ടി. ഇനിയുള്ളത് ഒരു ചെങ്കുത്തായ കയറ്റവും പിന്നൊരു ഇടവഴിയുമാണ്. എത്തിയിരിക്കുകയാണ്. അതിമനോഹരമായ കാഴ്ച, പ്രകൃതിയിലെ വിസ്മയങ്ങളിൽ ഒന്ന് എന്ന് തന്നെ വേണം ഈ ആലുങ്കൽ വെള്ളച്ചാട്ടത്തെ വിശേഷിപ്പിക്കാൻ. എങ്ങനെയുണ്ട് ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ വൈബ്?
നാട്ടുകാരാണ്, പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ വരുന്നത്. കുറച്ച് ഉള്ളോട്ടായതുകൊണ്ട് വല്ലാതെ ആളുകൾ നമ്മളെ പരിസരക്കാർ പോലും അറിഞ്ഞിട്ടില്ല. പക്ഷെ അടിപൊളി വൈബാണ്. ഇതുപോലെ ഞങ്ങളെ പരിസരത്തൊക്കെ ഇഷ്ടംമാതിരി വെള്ളച്ചാട്ടത്തിൽ, പക്ഷെ ഇത്ര വൈബ് കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് അടിപൊളി, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കുറച്ച് പെൺകുട്ടികൾ കൂടെ ചേരുകയാണ്. എങ്ങനെയുണ്ട് പോലെ ഇവിടുത്തെ ഒരു വൈബൊക്കെ? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പാലക്കാട് തന്നെ ഇങ്ങനത്തെ ഒരു പ്ലേസ് ഉള്ളത് നമുക്ക് അറിയ പോലുമില്ല. അത്രയ്ക്ക് വൈബ് പറഞ്ഞാൽ അത്രയ്ക്ക് വൈബുള്ള പ്ലേസ് ആണിത്. മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ. ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിച്ച് കുറച്ച് യുവാക്കളും കൂടെ ചേരുന്നുണ്ട്. എങ്ങനെയുണ്ടാ വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്? ഭയങ്കര നല്ല അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം എന്താ പറഞ്ഞാൽ ഈ മഴയത്ത് ഈ വെള്ളച്ചാട്ടിലൊക്കെ നിൽക്കുക പറഞ്ഞാൽ നല്ല രസമല്ലേ. നന്നായി തണുക്കുന്നുണ്ട് എനിക്ക്. വയ്യ, മനസ്സും തണുത്തോ? മനസ്സ് തണുത്തിട്ടില്ല, ഇനി തണുക്കാൻ പോണേ ഉള്ളൂ. ഇനിയും കുറെ കാണാനുണ്ട്. ധാരാളം ആളുകൾ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ എത്തുന്നുണ്ടെങ്കിലും യാതൊരു സുരക്ഷയും ഇല്ലാത്ത സ്ഥിതിയുമുണ്ട്. പലരും അപകടകരമായ രീതിയിലാണ് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇതാണ് ആലുങ്കൽ വെള്ളച്ചാട്ടത്തിന്റെ വിശേഷങ്ങൾ. ഇവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഒട്ടനവധി വിനോദസഞ്ചാരികൾ ഇനിയും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുമെന്നുള്ളതാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. വെള്ളച്ചാട്ടത്തിൽ നിന്ന് വിളക്കുമാടത്തിലേക്ക് പോകാം. ചരിത്രാന്വേഷികൾക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരിടമാണ് കൊല്ലം നഗരത്തിലെ തങ്കശ്ശേരി വിളക്കുമാടം. ഇവിടെ നിന്നാൽ സൂര്യാസ്തമയവും ചന്ദ്രോദയവും ഒരുമിച്ച് ആസ്വദിക്കാം. പോർച്ചുഗീസ് ഡച്ച് കാലഘട്ടത്തിലെ ചരിത്ര നിർമ്മിതികളും ഇവിടുത്തെ പ്രത്യേകതയാണ്. ലോക ജനതയ്ക്ക് മുന്നിൽ കൊല്ലം ജില്ലയുടെ അടയാളപ്പെടുത്തലുകളാണ് ചിന്നക്കട ക്ലോക്ക് ടവറും തങ്കശ്ശേരി വിളക്കുമാടവും. ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ള തങ്കശ്ശേരി വിളക്കുമാടത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ തങ്കശ്ശേരി വിളക്കുമാടത്തിന് നമ്മളോട് പറയാനുണ്ട്. കൊല്ലം പട്ടണത്തിന് ഒത്ത നടുവിൽ സ്ഥിതി ചെയ്യുന്ന കൊച്ചു ഗ്രാമം അതാണ് തങ്കശ്ശേരി. പോർച്ചുഗീസ്, ഡച്ച് എന്നിവരുടെ കാലഘട്ടത്തിലെ ചരിത്ര നിർമ്മിതികളും കോട്ടകളും പള്ളികളുമാണ് തങ്കശ്ശേരിയെ ചരിത്രാന്വേഷികളുടെ ഇഷ്ടകേന്ദ്രമാക്കി മാറ്റുന്നത്. 1920 പണി കഴിപ്പിച്ച 144 അടി ഉയരമുള്ള വിളക്കുമാടമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണ കേന്ദ്രം. ചുവപ്പ്, വെള്ള എന്നീ നിറത്തിൽ സിലിണ്ടർ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന വിളക്കുമാടം സഞ്ചാരികൾക്ക് എന്നും ഒരു അത്ഭുതം കൂടിയാണ്. ൂറ്റി പടികൾ കടന്നു വേണം വിളക്കുമാടത്തിന് മുകളിലെത്താൻ. പ്രായഭേദമന്യേയുള്ള സഞ്ചാരികളുടെ സൗകര്യം കണക്കിലെടുത്ത് 2016 മുതൽ മുകളിലേക്കും താഴേക്കുമായി ലിഫ്റ്റ് സംവിധാനവും ഘടിപ്പിച്ചു. വിളക്കുമാടത്തിന് മുകളിലേക്കുള്ള യാത്ര ഒരു സാഹസിക യാത്ര കൂടിയാണ്. ഈ പടികൾ കയറി മുകളിലെത്തിയാൽ സാഗര നാഗരിക സൗന്ദര്യം ഒരുമിച്ച് ആസ്വദിക്കാൻ കഴിയും. വേവ്സ് ഒക്കെ വന്ന് ഇങ്ങനെ ഷോറിൽ ഹിറ്റ് ചെയ്യാൻ കാണാൻ നല്ല രസമാണ്. നല്ലായിരുന്നു കാണാൻ. നേരത്തെയും വന്നിട്ടുണ്ട്, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം മഴ ആയതുകൊണ്ട് ഇച്ചിരി പ്രോബ്ലം തോന്നി. പക്ഷേങ്കിൽ നേരത്തെ വന്നപ്പോൾ ഒന്നും കൂടെ ഒരു ഇതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കാഴ്ചകൾ നല്ല ഭംഗിയുണ്ട്. ഈ കയറി വരുന്ന സ്റ്റെപ്സിൽ കയറി വരുമ്പം ഓരോന്നോരോന്നായിട്ട് നല്ല രസമുണ്ടായിരുന്നു. എത്ര പ്രാവശ്യം വന്നാലും ഭയങ്കര രസമാണ്. സ്റ്റെപ്പൊക്കെ കയറിയെങ്കിലും വർത്തിട്ടെന്ന് തോന്നി. നല്ല സീനറി എല്ലാം നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. മറ്റ് വിളക്കുമാടങ്ങളെ അപേക്ഷിച്ച് ഈ തങ്കശ്ശേരി വിളക്കുമാടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു അർദ്ധവൃത്താകൃതിയിൽ ഇങ്ങനെ കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുമെന്നതാണ്. വലിയ വിശാലമായ രീതിയിൽ ഒരു അർദ്ധവൃത്താകൃതിയിൽ നിന്നുകൊണ്ട് തന്നെ ഈ കടലിൻ്റെ സൗന്ദര്യം പൂർണ്ണമായിട്ടും
ഈ തങ്കശ്ശേരി വിളക്കമാടത്തിൽ വന്നാൽ ആസ്വദിക്കാൻ കഴിയും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. മറ്റൊന്ന്, ഈ കായലിനോട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ കടലിൽ നിന്ന് കടൽപ്പാലവും ആ കടൽപ്പാലത്തോട് വേറിട്ട് കിടക്കുന്ന മറ്റൊരു ഭാഗവും, അവിടെ മത്സ്യബന്ധന യാനങ്ങളെല്ലാം നിരത്തിയിട്ടിരിക്കുന്ന ഒരു കാഴ്ച. അങ്ങനെ വലിയ ഒരു വിശാല സൗന്ദര്യം ഇവിടെ നിന്നിങ്ങനെ ആസ്വദിക്കാൻ കഴിയും. അതും ഒരു വലിയ പ്രത്യേകതയാണ് ഈ തങ്കശ്ശേരി വിളക്കുമാടത്തിൻ്റെ. നാവികർക്കും മീൻപിടുത്തക്കാർക്കും ദിശ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് വിളക്കുമാടങ്ങൾ സ്ഥാപിച്ചത്. ആദ്യകാലത്ത് മണ്ണെണ്ണ വിളക്കുകളാണ് വെളിച്ചമേകിയിരുന്നതെങ്കിൽ കാലക്രമേണ അതിന് മാറ്റം വന്നു. പണ്ടുകാലത്ത് കപ്പലുകൾക്കും ഈ മത്സ്യത്തൊഴിലാളികൾക്കും ദിശ അറിയാൻ വേണ്ടിയാണ് നമ്മുടെ വിളക്കുമാടം ഉപയോഗിക്കുന്നത്. പണ്ടുകാലത്ത് വിറക് കൂട്ടിയിട്ടാണ് കത്തിക്കുന്നത് പണ്ടുകാലത്ത്. പിന്നെ അത് കെറോസിൻ ലാബിലേക്ക് മാറി, മണ്ണെണ്ണ വിളക്കിലേക്ക് മാറിയിട്ടുണ്ട്. കാലക്രമേണ നമ്മുടെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് 1994 അത് ഇലക്ട്രിക്കിലേക്ക് മാറി. അതുപോലെ ഇതിൻ്റെ കളർ കോഡിങ്ങും വ്യത്യാസമുണ്ട്. ഓരോ സ്ഥലത്തെ ലൈറ്റ് ഹൗസും തമ്മിൽ കളർ കോഡിങ് വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മുടെ തങ്കശ്ശേരി എന്ന് പറഞ്ഞാൽ റെഡ് ആൻഡ് വൈറ്റ് ബീമാണ്. ഇപ്പം നെസ്റ്റ് എന്ന് പറയുന്ന 5 തെങ്ങ് ലൈറ്റ് ഹൗസ്, കറുപ്പും വെളുപ്പമാണ് അവിടുത്തെ കളർ കോഡിങ്. നെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കേരളത്തിന് അങ്ങേയറ്റത്ത് വരുന്നത് വിഴിഞ്ഞ ലൈറ്റ് ഹൗസ്, അത് ചുവപ്പും വെള്ളയാണ്. കടലിന്റെ ആ സൗന്ദര്യം ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ നാഗരിക സൗന്ദര്യം കൂടെ, കൊല്ലത്തിന്റെ പൂർണ്ണമായും നഗരത്തിന്റെ ഒരു സൗന്ദര്യം കൂടി ഇവിടെ നിന്നാൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. വളരെ ഒരു വിശാലമായി കിടക്കുന്ന ഒരു ഏരിയ തന്നെ ഇങ്ങനെ ഈ ഭാഗത്തുണ്ട്. ഇതെല്ലാം നഗരത്തിന്റെ ഒരു വിശാലത കൂടി ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അതും മറ്റൊരു പ്രത്യേകത കൂടിയാണ് തങ്കശ്ശേരി വിളക്കുമാടത്തിന്റെ. അടിപൊളിയാണ്. ഫാമിലിയായിട്ടൊക്കെ വന്ന് കാണാൻ നല്ല അറ്റ്മോസ്ഫിയറാണ്. മഴയായതും നല്ല മഞ്ഞും കോടയും പിന്നെ കടലിന്റെ ഭംഗി നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. വിളക്കുമാടം സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് അറിവ് പകരാനായി മുൻകാലങ്ങളിൽ ഉപയോഗിച്ച ഉപകരണങ്ങൾ കൂടി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കണ്ണെത്താ ദൂരം വരെ പരന്നു കിടക്കുന്ന കടൽ കാഴ്ചകളും കടൽപ്പാലവും ഉദയവും അസ്തമയവുമെല്ലാം പുത്തൻ അനുഭവമാണ് സഞ്ചാരികൾക്ക് പകർന്നു നൽകുന്നത്. വിളക്കുമാടത്തിന് സമീപത്തായി കുട്ടികൾക്ക് കളിക്കാനായി ചെറിയ ഉദ്യാനവും നിർമ്മിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ആഭ്യന്തര സഞ്ചാരികളടക്കം നിരവധി പേരാണ് വിളക്കുമാടം സന്ദർശിക്കാനായി തങ്കശ്ശേരിയിലേക്ക് ദിവസവും എത്തിച്ചേരുന്നത്. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. അങ്ങനെ പഴമയുടെ ചരിത്രം ഓർമ്മപ്പെടുത്തി ഇന്നും നിലകൊള്ളുകയാണ് തങ്കശ്ശേരി വിളക്കുമാടം. ഒരുപാട് കഥകൾ ഇനിയും തങ്കശ്ശേരി വിളക്കുമാടത്തിന് പറയാനുണ്ട്. ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, കൊല്ലം. പേടിയുണ്ടെങ്കിലും ഉരകങ്ങളെ അടുത്ത് കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒറ്റയാത്രയിൽ വിവിധ പാമ്പുകളെ ഒരുമിച്ച് കാണാനായാൽ ആകാംക്ഷ കൂടും. നീർക്കോലി മുതൽ സാക്ഷാൽ അനാക്കോണ്ട വരെയുണ്ട് ഇക്കൂട്ടത്തിൽ. വിനോദത്തിനപ്പുറം ശാസ്ത്രബോധം കൂടി പകരുന്നതാണ് തിരുവനന്തപുരം മൃഗശാലയിലെ ഉരകവർഗത്തിൽപ്പെട്ട ജീവികളുടെ പ്രദർശനം. ദിവസവും ആയിരക്കണക്കിന് സന്ദർശകരെത്തുന്ന തിരുവനന്തപുരം മൃഗശാലയുടെ പ്രധാന ആകർഷണമാണ് അവിടുത്തെ റെപ്റ്റൈൽ പാർക്ക്. നാടൻ ചേര മുതൽ അനക്കോണ്ട വരെയുള്ള പാമ്പുകളും വിവിധയിനം ഉരകങ്ങളും ഇവിടെ സന്ദർശകർക്ക് കാണാൻ കഴിയും. വിനോദസഞ്ചാരികളായി തിരുവനന്തപുരത്തെത്തുന്നവർക്ക് മൃഗശാല കാണാതെ മടങ്ങാൻ തോന്നാറില്ലെന്നതാണ് യാഥാർത്ഥ്യം. മൃഗശാലയിൽ എത്തിയാൽ പിന്നെയുള്ള ഏറ്റവും വലിയ ആകർഷണം പാമ്പുകളെയും മറ്റുരകങ്ങളെയും പ്രദർശിപ്പിച്ചിരിക്കുന്ന റെപ്റ്റൈൽ സെന്റർ തന്നെ. പാമ്പുകളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഒന്നാന്തരം ഒരു റെറ്റിക്കുലേറ്റഡ് പൈത്തണയാണ്. കിടപ്പ് കണ്ടാൽ ശാന്തനാണെന്ന് തോന്നുമെങ്കിലും ആളത്ര സാധുവൊന്നുമല്ല. മനുഷ്യരെ ഉടലോടെ വിഴുങ്ങാൻ ശേഷിയുള്ള അങ്ങനെ ചെയ്യുന്ന അപൂർവം പാമ്പുകളിലൊന്നാണ് റെറ്റിക്കുലേറ്റഡ് പൈത്തൺ. ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്തോനേഷ്യയിൽ ഒരു സ്ത്രീയെ ഈ ഇനത്തിൽപ്പെട്ട പാമ്പുകളിലൊന്ന് വിഴുങ്ങിയത്. പിന്നെയുമുണ്ട് പെരുമ്പാമ്പും മൂർഖനും രാജവെമ്പാലയും ഗ്രീൻ അനക്കോണ്ടയും വരെയുള്ള VVIPകൾ. തിരുവനന്തപുരം മൃഗശാലയിൽ ഇപ്പോൾ ഏതാണ്ട് 19ഓളം സ്പീഷീസ് ഓഫ് സ്നേക്സ് ആണ് നമുക്കുള്ളത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിൽ കാണപ്പെടുന്ന വിഷപ്പാമ്പുകളായിട്ടുള്ള രാജവെമ്പാല, സാധാരണ കോബ്ര, മൂർഖൻ മുതൽ അനാക്കോണ്ട വരെയുള്ള സ്പീഷീസ് നമുക്കിപ്പോൾ ട്രിവാൻഡ്രം മൃഗശാലയിലുണ്ട്. 2 അനാക്കോണ്ടകളാണ് ഇവിടെ ഉള്ളത്. 2 മെയിലാണ്, ഇപ്പോൾ ഉള്ളത് 2 മെയിലാണ്. യഥാർത്ഥത്തിലൂടെ 7ഓളം എണ്ണം ഉണ്ടായിരുന്നു. ഇടയ്ക്കൊരു രോഗാവസ്ഥ വന്നിട്ട് കുറേ എണ്ണം മരിച്ചു പോകാണ് ഉണ്ടായത്. ഇപ്പോൾ 2 എണ്ണം ബാക്കിയുള്ളത്. രാജവെമ്പാല നമുക്ക് 3 രാജവെമ്പാലയുണ്ട്. രാജവെമ്പാല നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇത് പൊതുവേ മറ്റ് സ്നേക്സിനെയാണ് ഇത് കഴിക്കുന്നത്. ഇതിനെ തീറ്റയായി നമ്മൾ കൊടുക്കുന്നത് ചേര, നമ്മുടെ നാട്ടിൽ സാധാരണ റാറ്റ് സ്നേക്ക് എന്ന് പറയുന്ന ചേരയാണ് രാജവെമ്പാലയ്ക്ക് തീറ്റയായിട്ട് നമ്മൾ കൊടുക്കുന്നത്.
എന്നാൽ ചേര അതുപോലെ ഡിസ്പ്ലേക്ക് നമ്മൾ ചേര ഇട്ടിട്ടുണ്ട്. പിന്നെ നോൺ വെനമസ് ആയിട്ടുള്ള ഒരുപാട് സ്നേക്സ് ഉണ്ട്. പലപ്പോഴും നമ്മൾ വിഷപ്പാമ്പുകളെന്ന് കരുതി തല്ലിക്കൊല്ലുന്നത് വുൾഫ് സ്നേക്ക് പോലെയുള്ള വിഷമില്ലാത്ത ചെറിയ പാമ്പുകളെയാണ് തല്ലിക്കൊല്ലുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നോൺ വെനമസ് സ്നേക്സിന് ഒരുപാടെണ്ണം നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് ഇടയ്ക്ക് വളരെ പ്രശസ്തമായിരുന്ന ഇരുതലമൂരി എന്ന് നമ്മൾ പറയാറുള്ള സാൻബോവ, അത് നമുക്ക് 2 സ്പീഷീസ് ഓഫ് സാൻബോവ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ട്രിവാൻഡ്രം മൃഗശാലയിലുള്ള പാമ്പുകൾ. പാമ്പുകളെ പ്രദർശിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കുക, പാമ്പുകളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക. ഇതൊക്കെയാണ് മൃഗശാലകളിൽ പാമ്പിനെ ഡിസ്പ്ലേ ചെയ്യുന്നതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. നമ്മൾ അനാക്കോണ്ടകൾ തന്നെ കൂടുതലായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം നമുക്കിവിടെ ബ്രീഡിംഗ് പോസിബിൾ അല്ല. ഇപ്പോൾ ഇവിടെ ആകെ 2 മെയിൽ മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് നമുക്ക് സാധ്യത ഇല്ലാത്തതുകൊണ്ട് 1-2 ഫീമെയിൽസിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. റെപ്റ്റൈൽസിൻ്റെ കാര്യത്തിൽ അത്രമാത്രം നമ്മളിപ്പോൾ ശ്രമമുള്ളൂ. ബാക്കി മറ്റ് പല മൃഗങ്ങളെയും കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകൾ വിവിധ മൃഗശാലകളിലോട്ട് നടന്നു വരുന്നുണ്ട്. പൂച്ചക്കണ്ണനും നാഗത്താനും വില്ലൂന്നിയും ഒക്കെയാണ് നാട്ടുകാരായ അന്തേവാസികൾ. സ്ഥിരം തട്ടിക്കൊണ്ടുപോകലിനും കള്ളക്കടത്തിനും ഒക്കെ വിധേയരാകുന്ന നക്ഷത്രാമയും ഇരുതലമുരിയും മുതൽ പാമ്പുകളിലെ പാവങ്ങളായ കാട്ടുപാമ്പും നീർക്കോലിയും വരെയുണ്ട് കൂട്ടത്തിൽ. ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ പക്ഷേ കൂടുതൽ പോസ്റ്റ് ചെയ്ത് സഹായിച്ചത് നമ്മുടെ ചേരസാറാണ്. പാമ്പുകളെയും ഉരകങ്ങളെയും കുറിച്ചുള്ള നിറം പിടിപ്പിച്ച കഥകളും അനാവശ്യമായ പേടിയുമൊക്കെ നാട്ടിൽ സർവ്വസാധാരണമാണ്. അടുത്തുനിന്ന് ആശങ്കയില്ലാതെ കാണാൻ സാധാരണ നമുക്ക് സാധിക്കാറുമില്ല. തിരുവനന്തപുരം മൃഗശാലയിലെ റെപ്റ്റൈൽ സെന്ററിന് വിനോദം എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രാധാന്യം നൽകുന്നതും ഇത്തരം പരിമിതികൾ തന്നെ. ചില്ലുകൂട്ടിൽ തൊട്ടടുത്ത് കാണുന്ന ഈ ജീവികൾ അത്ര പ്രശ്നക്കാരല്ലെന്നും കണ്ടാലുടൻ തല്ലിക്കൊല്ലേണ്ടവരല്ലെന്നുമുള്ള ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നതാണ് കണക്കുകൂട്ടൽ. പ്രദർശനശാലയിലെ തിരക്ക് കാണുമ്പോൾ അതൊരു പരിധിവരെ വിജയിച്ചെന്നും പറയാൻ കഴിയും. ജനം, തിരുവനന്തപുരം. ഇനി പോകുന്നത് സ്ത്രീ ശാക്തീകരണത്തിന്റെ കളരിയിലേക്കാണ്. തിരുവനന്തപുരം പോത്തൻകോടിനടുത്തെ കടിയാടുള്ള ഒരു ഗ്രാമീണ കളരി പരിശീലന കേന്ദ്രമാണ് VS മർമ്മ ചികിത്സാ കളരി സംഘം. ഷിജി എന്ന വീട്ടമ്മയാണ് കളരി ഗുരുക്കൾ. ഷിജിയുടെ 100ഓളം വരുന്ന ശിഷ്യരിൽ അധികവും പെൺകുട്ടികളാണ്. ആയോധന കലകൾ അഭ്യസിക്കാനും അത് പഠിപ്പിക്കാനുമൊക്കെ ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വരുന്നൊരു കാലമാണ് ഇപ്പോൾ. അങ്ങനെ തിരുവനന്തപുരം പോത്തൻകോടിനടുത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. ഇത് കട്ടിയാട് എന്ന് പറയുന്ന പ്രദേശമാണ്. ഇവിടെ ഒരു സ്ത്രീ അവർ അഭ്യസിപ്പിക്കുന്ന കുറച്ച് കുട്ടികളുമുണ്ട്, കളരി ഗുരുക്കളുമൊക്കെയാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. കുറേ കുട്ടികളുണ്ട് അകത്ത്, അവരെയൊക്കെ നമുക്ക് കാണാൻ പരിചയപ്പെടാം. ഞാനിപ്പോൾ ഒരു 9 വർഷമായിട്ട് കളരി അഭ്യസിപ്പിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ വിജയകുമാരൻ നായർ, അച്ഛനായിരുന്നു ആശാൻ. അപ്പം അച്ഛൻ തുടങ്ങിയതാണ് കളരി. 25 വർഷമായിട്ട് VS കളരിയുണ്ട്. ഇപ്പോൾ 9 വർഷം കൊണ്ട് ഞാൻ അടുത്ത് പഠിപ്പിക്കുന്നു. അച്ഛൻ മരണപ്പെട്ടതിന് ശേഷമാണ് ഞാനിവിടെ പഠിപ്പിക്കാനായിട്ട് ഒരു ജോലി എന്ന പോലെ കളരിയിലേക്ക് ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നു ഒരു ചെറിയ 3 വയസ്സൊക്കെ ആയപ്പോഴേ അച്ഛനോട് കളരി വരുമായിരുന്നു. പിന്നെ ആദ്യമായിട്ട് തുടങ്ങിയത് എപ്പോഴാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ കളിച്ച് വന്നതാണ്. എല്ലാവർക്കും ആയുധ പൂജയൊക്കെ ഉണ്ട്, എനിക്കതൊന്നും എടുത്തിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ അച്ഛനോടൊപ്പം നിന്ന് പഠിച്ചു പോവുകയാണ് ചെയ്തത്. ഇപ്പം നിലവിൽ എൻ്റെ കീഴിൽ ഒരു 100ഓളം കുട്ടികളുണ്ട്. ഇപ്പം നമ്മൾ ഈ സെൻറ്ററിൽ മാത്രം 60 കുട്ടികളുണ്ട്. റെഗുലറായിട്ട് പ്രാക്ടീസിന് എത്തുന്നത് 60 കുട്ടികളാണ്. ഇവർക്കിപ്പം നമ്മൾ നടത്തുന്നത് നമ്മളെ പാരമ്പര്യമായിട്ടുള്ള തെക്കൻ മുറയിലൂന്നിയ അഭ്യാസമാണ് നമ്മൾ അച്ഛനൊക്കെ ഫോളോ ചെയ്ത് വന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മളും പഠിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പം സ്പോർട്സിലോട്ട് കളരിയായപ്പോൾ കുറച്ച് സിലബസ് ഉണ്ട്. അത് വടക്കൻ തെക്കൻ അങ്ങനെയൊന്നും വ്യത്യാസം ഇല്ലാതെ തന്നെ ആ സിലബസുകൾ കൂടി വന്നപ്പോൾ ഇവർക്കതും പഠിപ്പിക്കുന്നുണ്ട്. കളരിക്കുണ്ടായിരുന്ന ഒരുപാട് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും. പിന്നെ ഇതൊരു മിക്സ് ഫോമാണ്. ഇപ്പോൾ ഒരു വടിപ്പയറ്റ് എടുത്താൽ വടക്കൻ്റെ ശൈലി കുറച്ച് തെക്കൻ്റെ ശൈലി കുറച്ച് എന്നൊക്കെ ചെയ്തൊരു മിക്സായ രൂപമാണ്. പക്ഷേ അത് 2 ഫോമും നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ആ ഒരു രീതി നോക്കുമ്പോൾ അത് ഇതാണ്. പക്ഷേ ട്രഡീഷണലായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഈ ഒരു സിലബസ് മാത്രം പഠിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് നമ്മൾ സിലബസ് മാത്രമായിട്ട് ഒതുങ്ങാതെ പാരമ്പര്യമായിട്ടുള്ള കളരി അഭ്യാസവും കൂടി നടത്തി പോകുന്നത്. ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്തെന്ന് പറഞ്ഞാൽ ഇത് പഠിച്ചിരുന്ന സ്ത്രീകളുടെ എണ്ണം കുറവായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പഠിപ്പിക്കുന്ന രംഗത്തേക്ക് സ്ത്രീകളുടെ എണ്ണം കുറവായി വന്നത്. വരുംകാലത്ത് ഒരുപാട് പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ ഈ ഫീൽഡിലേക്ക് വരും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വേഗത്തിലാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്.
പിന്നെ പാരമ്പര്യമായിട്ട് അച്ഛൻ്റെ കളരി കൂടി ഉള്ളത് കൊണ്ട് എനിക്കൊരു പിൻബലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഈ ഫീൽഡിലേക്ക് കടന്നു വരാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കാരണം നമ്മുടെ കളരി തന്നെയാണ് ഞാൻ തുടർന്ന് പോയി എന്നേ ഉള്ളൂ. ആയോധന കലകളെന്ന് മാത്രമല്ല, നമ്മുടെ ഏകദേശം എല്ലാ കാര്യങ്ങളും എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഇപ്പം കളരിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സെൽഫ് ഡിഫെൻസ് ഉണ്ട്, ഒപ്പം അവർക്കൊരു വ്യക്തിത്വ ബോധം ഉണ്ടാവും. ഈ ആത്മഹത്യാ പ്രവണതയൊക്കെ ഇപ്പം നമ്മൾ ഒരുപാട് കാണുന്നതാണ്. ഇതൊന്നും കളരിക്കകത്തില്ല, കളരി പഠിക്കുന്ന കുട്ടികൾക്ക് വരത്തില്ല. കാരണം അവർ അത്രയും ടഫായിട്ട് ആ സിലബസ് പഠിച്ചെടുക്കുന്നത്. അപ്പം എത്ര പ്രയാസമുള്ള കാര്യങ്ങളും അവരൊരു ദിവസം സ്വന്തമാക്കും. ആ ഒരു മൈൻഡിലാണ് ഇത് സെറ്റ് ഈ ചുവടുകളായാലും എല്ലാം അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അഗസ്ത്രമുനി അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവരൊരു മൈൻഡ് ഡെവലപ്മെൻറ്റ് നന്നായിട്ട് നടക്കുന്നൊരു സ്ഥലമാണ് കളരികൾ. അപ്പം പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരുടെ സ്വഭാവ രൂപീകരണത്തിനും വ്യക്തിത്വ വികസനത്തിനും ഏറ്റവും ഉതകുന്ന കാര്യങ്ങളാണ് മാർഷൽ ആർട്സ് പഠിക്കുക എന്നത്, പ്രത്യേകിച്ച് കളരി പഠിക്കുക എന്നത്. ഹസ്ബൻഡ് വിഷ്ണുകുമാർ മീഡിയ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ 2 പെൺകുട്ടികളാണ്. ഒരു മോക്ക് 11 വയസ്സും ഒരു മോക്ക് 3.5 വയസ്സുമായി. പിന്നെ അമ്മയുണ്ട്. അമ്മയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ കാര്യം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അമ്മ കുറച്ച് സഹായിക്കും. പിന്നെ അതോടൊപ്പം ഞാൻ കൂടുതലും ചെയ്യുന്നത് ഇപ്പം പരിശീലിപ്പിക്കുകയാണ്. നമ്മുടെ ഈ സെൻറ്ററിൽ സാറ്റർഡേയും സൺഡേയും മാത്രമേ ക്ലാസ് ഉള്ളൂ. അല്ലാതെ പുറത്ത് കുറച്ച് ക്ലാസ്സുകളും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും കൂടി ആകുമ്പോൾ എനിക്ക് അത്യാവശ്യം എല്ലാ ദിവസങ്ങളിലും തിരക്കായിരിക്കും. അപ്പം വീടിൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ നോക്കും. പിന്നെ ഹസ്ബൻഡ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. നിൽക്കുന്നത് കളരിയിലാണെങ്കിലും വാളുകൊണ്ടുള്ള കസർത്തൊന്നും നമുക്ക് പറ്റില്ല. വാക്കുകൊണ്ട് മാത്രമാണ് നമ്മുടെ കസർത്ത്. ഷിചേച്ചിക്കും കുട്ടികൾക്കും എല്ലാം അഭിവാദ്യങ്ങൾ. ഇത്തരക്കാർ ഇനിയും ഒരുപാട് മുന്നോട്ട് വരട്ടെ എന്നുള്ള ആശംസകൾ മാത്രം, അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രതീക്ഷകൾ മാത്രം. തിരുവനന്തപുരത്ത് നിന്നും നിതിനൊപ്പം പ്രജിത് മോഹനൻ, ജനം. കാഴ്ചപ്പതിപ്പ് പൂർണ്ണമാകുന്നു. ഇനി നാളെ കാണാം. നമസ്തേ.